ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്ന് ഈ ചൂടിനെ ശമിപ്പിക്കുന്ന ഒരു അടിപൊളി ഒരു ജ്യൂസാണ്. അതൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കച്ചറയില്ലാത്ത ശർക്കരയാണെന്ന് പറഞ്ഞിട്ടാണ്, പക്ഷേ അതിനകത്ത് കുറച്ചൊക്കെ കച്ചറ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മെൽറ്റാക്കി ഒന്ന് അരിച്ചെടുക്കാം അത്. ഓക്കെ, ഒരല്പം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു അലോവേരയുടെ ഒരു ലീഫ് എടുക്കുന്നുണ്ട്. അത് എടുത്ത് ഒരു അരമണിക്കൂർ ഇങ്ങനെ അതിനകത്ത് ഒരു യെല്ലോ സിറം ഉണ്ടല്ലോ, അത് നമ്മൾ പോയാൽ നമുക്കത് ചിലർക്കത് പിടിക്കില്ല, അത് നമുക്ക് അലർജി ഉണ്ടാക്കും അത്. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടുള്ളി കഴുകിയ ശേഷം ഞാൻ ചെറിയൊരു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചു. ഈ യെല്ലോ ഈ സീഡോട് ഉള്ള ഭാഗം നമ്മളൊന്ന് പൾസ് മോഡിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു സിറപ്പിനൊരു പുളി ടേസ്റ്റ്, അത് വളരെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ട് അത് കളയരുത്. നിങ്ങൾ ഒന്ന് പൾസ് മോഡിൽ മിക്സിയിലിട്ടിട്ട് പൾസ് മോഡിലൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ സ്കിന്നെ നേരിയ ലെവലിൽ അത് റിമൂവ് ചെയ്തെടുക്കണം. അധികം താഴ്ത്തി ചെത്തണ്ട, നേരിയതായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഈ പൊട്ടുള്ളരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് ദാഹം തളർച്ചയും ഉണ്ടാകാതിരിക്കാൻ പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു കനിയാണിത്. നമ്മൾ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണിത്. ശരീരത്തിന് കുളിർമയും ഒരുപാട് ചൂടൂരു വരുന്ന സമയമുള്ള ഇത്, അതിനൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് മോചനം കിട്ടും. പിന്നെ ഇതിനകത്ത് കൂടാതെ ധാരാളം ഫോളിക് ആസിഡ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വൈറ്റമിൻ സി അറിയാലോ. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും നിങ്ങളത് കളയാതെ വേണം ഇത് ജ്യൂസ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. പിന്നെ തണ്ണിമത്തനേക്കാൾ കൂടുതൽ മൈക്രോ ഫൈബർ ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തനിൽ ഇത്രയില്ല, ഇതിനകത്താണ് കുറച്ചുകൂടി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന മൂലം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ, കൊഴുപ്പിൻ്റെയും അളവ് നിയന്ത്രിച്ചിട്ട് നമ്മുടെ സ്കിൻ ഈർപ്പമുള്ളതാക്കി തീർക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് പൾസ് മോഡലിട്ട് എടുക്കണം. ഇത് ചൂടാറിയ ശേഷം ഇതും അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചെടുക്കാനുള്ളതാണ്. അതൊന്ന് പൾസ് മോഡലിട്ട് അടിച്ച് വന്നപ്പോഴേക്കും ഇങ്ങനെ സിറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് എല്ലാം താഴേക്ക് പോയിട്ട് കുരു മാത്രം, അതിൻ്റെ സീഡ്സ് മാത്രം ബാക്കിയായി നിൽക്കും. ഈ സീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇത് കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ, മിക്സിയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തൊണ്ടക്കുത്തണ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഈ സീഡ്സ് മാറ്റണത്. ഇത് നമുക്ക് ഉണക്കിയ ശേഷം നമുക്ക് കഴിക്കാം, നല്ലതാണിത്. ഇത് മിക്സിയിലിട്ട് അടിച്ച ജ്യൂസിൻ്റെ അപ്പോൾ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങണ പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ലീവ് ചെയ്യണത്. അല്ലാതെ നല്ലൊരു സാധനം തന്നെയാണ് ഇതിൻ്റെ സീഡ്. ഇത് ഉണക്കിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു ഭാഗമുണ്ടല്ലോ അതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒട്ടും യൂസ് ചെയ്യേണ്ട. ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ തന്നെ അത് ജ്യൂസായിട്ട് വരും. ഒട്ടും ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. ഇതെനിക്ക് എൻ്റെ ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതായിരുന്നു. എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കാരണം ഭയങ്കര ചൂട് നിൽക്കുന്ന ഈ സമയത്ത് എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്, വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഈ പൊട്ടുള്ളരി തേങ്ങാപ്പാൽ അടിക്കാറുണ്ടല്ലേ, ഇങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബാക്കിയുള്ളത് ഞാൻ ഒന്ന് ഒരു വിസ്കൊണ്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്ത്, അപ്പോൾ കാരണം അതിൻ്റെ ആ ചെറിയ ഇത് വെറുതെ ലിക്വിഡ് പോലെ ഇരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് ആ കട്ടകൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് സ്മാഷ് ചെയ്തിടുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വളരെ നമ്മൾ ഈ സമയത്ത് ഈ സമ്മർ സീസണിൽ പറ്റിയൊരു ജ്യൂസാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ അതിനകത്തിട്ട ശേഷം പിന്നെ ഈ വിസ്ക് വെച്ച് സ്മാഷ് ചെയ്ത് അതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിക്കാം. ഞാൻ മധുരം കുറച്ചാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. മധുരം വേണ്ടവർക്ക് കുറച്ച് കൂടുതലായിട്ട് എടുക്കാം. പിന്നെ ഈ കട്ടകളൊക്കെ ഒന്ന് ശരിക്കും ഉടച്ചെടുത്താൽ മതി. ഇത്രയും കച്ചറ എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ശർക്കരപ്പാനിയിൽ നിന്ന്. പിന്നെ ഈ നമ്മൾ അലോവേര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ മഞ്ഞ സിറമൊക്കെ പോയി കഴിഞ്ഞ് അതിന് ശേഷം ഞാനത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കാൻ പോവുകയാണ്. അതായത് ഇതൊരു ചെറുതാണ്, ഇതിൻ്റെ 2 ലീഫാണ് ഞാൻ ഇടുന്നത്. ഇതൊരു വലിയൊരു ലീഫാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പീസ് മതിയാകും. ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ 2 എടുത്തിട്ടാണ് ഇട്ടത്. ഇതും നമ്മുടെ സ്കിന്നിന് വളരെയധികം അറിയാൽ. അലോവേര എന്ന് വെച്ചിട്ട് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. മുടിക്കും നമ്മുടെ ബോഡിക്കും സ്കിന്നിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണിത്. ഇതും മിക്സിയിലിട്ട് അടിച്ചിട്ട് ഈ ജ്യൂസിനൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.
ഇതിനെല്ലാം പുറമെ ഞാൻ കുറച്ച് കസ്കസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന ശേഷം അതും ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതിന് മുമ്പ് ഈ കട്ടകളൊക്കെ ഒന്ന് ഞാൻ വിസ്കൊണ്ടൊന്ന് ഉടച്ചു കൂട്ടണേണ്. ഇത്തിരി വലിയ കട്ടകളായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ കസേഴ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതും ഇതിനകത്തൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ശരീരത്തിന് തണുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്ന്, ഒരു മെഡിസിൻ തന്നെയാണെന്ന് പറയും. ഇപ്പോൾ ഈ സംഭവം മുഴുവൻ ഒരു മെഡിസിനൽ ജ്യൂസാണെന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു ഫുഡ് ജ്യൂസാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് ഈ സമ്മർ സീസണിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.